ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ബോഡി എന്ന ഹിന്ദി മൂവിയാണ്. മോർച്ചറിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ബോഡി കാണാതാകുന്നു. അത് അന്വേഷിച്ചിറങ്ങുന്ന പോലീസുകാരെ കണ്ടെത്തുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാർ ആക്സിഡന്റിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന SP ജയരാജിനെയാണ് കാണിക്കുന്നത്. അയാൾക്ക് രാത്രി അയാളുടെ കൊളീഗിന്റെ ഫോൺ കോൾ വരുന്നു. ഒരു മോർച്ചറിയിൽ നിന്നും പെൺകുട്ടിയുടെ ജഡം കാണാതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജയരാജ് അവിടേക്ക് ചെല്ലുന്നു. അവിടെയുള്ള ഗാർഡ് പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. ആ ഗാർഡ് ആകെ പേടിച്ചു വരച്ചിരിക്കുകയായിരുന്നു. രാത്രിയിൽ സിനിമയും കണ്ടുകൊണ്ടിരുന്ന അയാൾ മോർച്ചറിയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടിട്ടാണ് അവിടേക്ക് പോയി നോക്കുന്നത്. അവിടെ നിന്നും ഒരു ബോഡി മിസ്സിംഗ് ആയിരുന്നു. ആ ബോഡി എവിടെയെന്ന് അയാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ലിഫ്റ്റിനുള്ളിൽ ആ ബോഡി താഴേക്ക് പോകുന്നതാണ് കാണുന്നത്. അത് പ്രേതമാണെന്നാണ് അയാൾ പറയുന്നത്. അയാൾ ആകെ പേടിച്ചു വരച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് ജയരാജ് പറയുന്നുണ്ട്, പ്രേതം എന്ന് പറയുന്ന സാധനം ഒന്നും തന്നെ ഇല്ലാന്ന്. പ്രേതം ഉണ്ടെങ്കിൽ തന്നെ അതിനെന്തിനാ ലിഫ്റ്റിൽ കയറി പോകേണ്ട ആവശ്യം? ഏത് വാതിലിനുള്ളിലൂടെയും കടന്നു പോകാൻ പ്രേതത്തിന് കഴിയുന്നല്ലേ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങ് പോയാ പോരെ, എന്തിനാ ലിഫ്റ്റ് വഴി പോകുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. അതുകൊണ്ട് ഇത് പ്രേതം ഒന്നും തന്നെയല്ല. ആ ബോഡി മായാവർമ്മ എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് വുമന്റേതായിരുന്നു. അന്ന് വൈകുന്നേരമാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മായ മരിക്കുന്നത്. അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് തന്നെ ബോഡി ഇവിടെ നിന്ന് മിസ്സാകണമെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടാകാം. മായയുടെ ഇത് ഒരു ഹാർട്ട് അറ്റാക്ക് മൂലമുണ്ടായ മരണമാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ അത് മർഡർ ആകാം. അത് മറയ്ക്കാൻ വേണ്ടി മായയുടെ ബോഡി ഇവിടെ നിന്നും ആരെങ്കിലും കടത്തിയതുമാകാം. CCTV പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ആരോ നേരത്തെ തന്നെ മാറ്റിയിരിക്കുന്നു. അതോടുകൂടി അവരുടെ സംശയങ്ങൾ കൂടി. കൂട്ടത്തിൽ പലരും ഇത് പ്രേതബാധയാകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജയരാജ് ഇത് മർഡർ ആണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത് കാരണം അയാളുടെ കൊളീഗ്സിന് പലർക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. കാരണം ഈ ജയരാജന്റെ വൈഫ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചതാണ്. എന്നാൽ അന്നു മുതൽ അയാൾക്ക് ആ ആക്സിഡന്റ് ഒരു മർഡർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് കേസ് കണ്ടാലും അയാൾ അത് പേഴ്സണൽ ആയിട്ട് എടുക്കാൻ തുടങ്ങി. അവരങ്ങനെ ആ മായാവർമ്മയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അവളുടെ ഫാമിലിയിൽ ഇപ്പോൾ ആകെയുള്ളത് അവളുടെ ഹസ്ബൻഡ് മാത്രം. അവൾക്ക് സഹോദരനോ സഹോദരിയോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛനുണ്ടായിരുന്നത് നേരത്തെ തന്നെ മരിച്ചിരുന്നു. മായയുടെ ഹസ്ബൻഡിന്റെ പേര് അജയ് പൂരി എന്നായിരുന്നു. മായയ്ക്ക് മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവിടുത്തെ ഡയറക്ടർ ആയിരുന്നു അജയ്. മാത്രമല്ല അജയ് ഇടയ്ക്ക് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനും പോകാറുണ്ടായിരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് മായയുടെ ഹസ്ബൻഡ് അജയ് ആണ്. മായ മരിച്ച ദുഃഖത്തിൽ അജയ് നിൽക്കുകയായിരുന്നു. അവരുടെ വിവാഹ ദിവസത്തെ കുറിച്ച് എല്ലാം തന്നെ അജയ് ആലോചിക്കുന്നു. ആദ്യമൊക്കെ അവർ വളരെയധികം ഹാപ്പി കപ്പിൾസ് ആയിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ബിസിനസ് എല്ലാം തന്നെ മായയുടെ കയ്യിലായതുകൊണ്ട് തന്നെ മായയുടെ കീഴിൽ ജോലി ചെയ്യുന്നതായിട്ട് അജയ്ക്ക് തോന്നുന്നുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾക്കെല്ലാം തന്നെ മായ ഒരുപാട് ഷൗട്ട് ചെയ്യാനും തുടങ്ങിയിരുന്നു. പതിയെ പതിയെ അവരുടെ ഇടയിൽ അകൽച്ച കൂടാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്ന അവന്റെ അടുത്തേക്ക് അവന്റെ സഹോദരി സൈന വരുന്നുണ്ട്. ചേട്ടൻ എന്തിനാ ഇത്രയധികം വിഷമിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഒരു കണക്കിന് അവൾ മരിച്ചത് നന്നായി. ചേട്ടനെ ഒരു ഡോഗിനെ പോലെയാണ് അവൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അജയ് അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. അവളോട് വീട്ടിലേക്ക് പോകാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. അവൾ പോയി കഴിയുമ്പോൾ അജയ് അവിടെ നിന്ന് നേരെ പോകുന്നത് അവന്റെ ഗേൾഫ്രണ്ട് ആയ ഋതുവിന്റെ അടുത്തേക്കായിരുന്നു. ഋതു അവനും കുറച്ചു നാളായിട്ട് റിലേഷൻഷിപ്പിലാണ്. മായ മരിച്ച സ്ഥിതിക്ക് ആരെയും പേടിക്കാതെ അവൻ അവളെ കാണാൻ വരാമായിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അജയ്ക്ക് പോലീസുകാരുടെ കോള് വരുന്നത്. മായയുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്നും കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടതും അവർ രണ്ടുപേരും ടെൻഷനിലായി. മായയുടെ ബോഡി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ട എന്താവശ്യമാണുള്ളത്? അങ്ങനെ അജയ് പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലുന്നു. എന്നാൽ അജയ് അവിടെ എത്തിയതും ജയരാജ് ആകട്ടെ അജയ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ആളെ അയച്ചപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ തലവേദനയായ കാരണം ഞാൻ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഗുളിക വാങ്ങിക്കാൻ പോയതാണെന്നാണ് അജയ് പറയുന്നത്. ജയരാജ് അജയ് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ വൈഫിനോ ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആരും തന്നെ ഇല്ല എന്നാണ് അവൻ പറയുന്നത്. മായയോട് അത്രയും ദേഷ്യമുള്ള ആരോ ഉണ്ട്. അതുകൊണ്ടാണ് മരിച്ച ശേഷവും അവളുടെ ബോഡി എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്നു എന്ന് പറഞ്ഞിട്ട് ജയരാജിനെ മറ്റു കൊളീഗ്സ് അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കോട്ടെ എന്ന് അജയ് ചോദിക്കുന്നുണ്ട്. എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? അതിന് മറുപടിയായിട്ട് ജയരാജ് പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞത് കള്ളമായിരുന്നു. കാരണം ഇവിടെ അടുത്തെങ്ങും തന്നെ മെഡിക്കൽ ഷോപ്പ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. തന്റെ കള്ളം പിടിക്കപ്പെട്ടു എന്ന് അജയ്ക്ക് മനസ്സിലായി. പോലീസുകാർ അവിടെ നിന്ന് പോയതും അവൻ പെട്ടെന്ന് തന്നെ ഋതുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ SP ജയരാജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാൻ. ഡോക്ടർ വന്ന് ജയരാജിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അവളുടേത് ഒരു നോർമൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമായിരുന്നു. കാരണം അവൾക്ക് ഫ്ലൈറ്റിൽ കയറുന്നത് പേടിയായിരുന്നു. ഇന്നൊരു ബിസിനസ് മീറ്റ് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റിൽ തിരിച്ചു വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു പേടി കൊണ്ടുമാകാം ഹാർട്ട് അറ്റാക്ക് വന്നതും. എന്നാൽ അപ്പോഴും ജയരാജ് അത് മർഡർ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ചിലപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. ചില കേസുകളിൽ മരണം സ്ഥിരീകരിച്ചതിന് ശേഷവും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. അങ്ങനെ വന്നതാകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അവൾ ബഹളം വയ്ക്കുകയോ ആരെങ്കിലും വിളിക്കുകയോ ചെയ്യണമായിരുന്നു. ഇവിടെ നിന്നും അപ്രത്യക്ഷമാവുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ജയരാജ് പറയുന്നു അവൾ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അവളുടെ ബോഡി ഇവിടെ നിന്ന് ആരോ കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ്. ജയരാജിന്റെ സംശയം മുഴുവൻ അജയിലായിരുന്നു. അജയ് ആയിരിക്കാം അവളെ കൊന്നത്.
കൊന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ തന്റെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് പേടിച്ചിട്ട് ബോഡി ഇവിടെ നിന്ന് മാറ്റിയതാകാം. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവിടെ എന്തോ ഒരു കാരണത്താൽ കറണ്ട് പോകുന്നു. അജയ് ഓഫീസിൽ ഒറ്റയ്ക്കായിരുന്നു. അവിടെ ഒരു കബോർഡിലായിട്ട് അവൻ മായയുടെ ഡ്രസ്സ് കാണുന്നുണ്ട്. അവളന്ന് കുളിച്ചിട്ട് ധരിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു അത്. അത് കണ്ട് അവൻ അവിടേക്ക് ചെന്ന കബോർഡ് തുറന്നു നോക്കുമ്പോൾ മായയുടെ പേരിൽ കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അതിൽ TH16 എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി ഉണ്ടായിരുന്നു. അത് കണ്ടതും അജയ് ഞെട്ടുന്നു. കാരണം അന്ന് വൈകുന്നേരം അജയ് അതേ മരുന്ന് തന്നെയായിരുന്നു വൈനിൽ മിക്സ് ചെയ്ത് അവന്റെ വൈഫായ മായയ്ക്ക് കൊടുത്തത്. അതായത് പോലീസുകാരുടെ സംശയം കറക്റ്റ് ആയിരുന്നു. അജയ് തന്നെയാണ് അവന്റെ വൈഫ് മായയെ കൊന്നത്. അവനിത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അവിടെ കറണ്ട് വരുന്നു. അപ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് വരികയും അവന്റെ കയ്യിൽ നിന്ന് ആ സാധനങ്ങളെല്ലാം താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. മായയുടെ സാധനങ്ങൾ ഇവൻ എന്തിനാ എടുത്തെന്ന് ചോദിച്ചിട്ട് അവരാകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അവനെ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്നു. അവന്റെ പോക്കറ്റിൽ നിന്ന് ആ മരുന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. ഇത് എവിടെ നിന്നാ നിന്റെ കയ്യിൽ വന്നെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് തറയിൽ കിടന്ന് കിട്ടിയതാണെന്നും താൻ എടുത്ത് പോക്കറ്റിലിട്ടതാണെന്നുമാണ് അവൻ പറയുന്നത്. എന്നാൽ ഇത് മായയുടെ കമ്പനിയുടെ തന്നെ മരുന്നായിരുന്നു. അതിനെപ്പറ്റി അയാൾ ചോദിക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിയുടെ മരുന്ന് ഇവിടെ മാത്രമല്ല ഒരുപാട് ഹോസ്പിറ്റലിൽ വരാറുണ്ട്, ഇവിടുത്തെ മോർച്ചറിയിൽ പോലും വരാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അതിനെ പറ്റി ഒന്നും ഓർമ്മയില്ല എന്നാണ് അവൻ പറയുന്നത്. ഞങ്ങൾ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട്, എല്ലാം ഒന്നും ഓർത്തിരിക്കാറില്ല. അതിനിടയ്ക്ക് അവന്റെ ഫോണിലേക്ക് ഋതുവിന്റെ കോള് വരുന്നുണ്ട്. അവളുടെ നമ്പർ ആകട്ടെ അവൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ സഹോദരിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് അവൻ സംസാരിക്കുന്നത്. സഹോദരിയുടെ നമ്പർ സേവ് ചെയ്യാത്തതിൽ പോലീസുകാർക്ക് ഡൗട്ട് തോന്നുന്നു. ഞാനൊന്ന് ബാത്റൂം യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ ബാത്റൂമിലേക്ക് പോയിട്ട് ഋതുവിനെ തിരിച്ചു വിളിക്കുന്നു. ജയരാജനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഋതു എടുത്തിട്ടുണ്ടായിരുന്നു. അയാളുടെ വൈഫ് മരിച്ചതാണ്. അയാളുടെ മകൾ അയാളെ ഉപേക്ഷിച്ചു പോയി. അമിതമായിട്ടുള്ള മദ്യപാനം കാരണം അയാളെ ഇടയ്ക്ക് സസ്പെൻഡും ചെയ്തിരുന്നു. ഇപ്പോൾ അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവൻ ഋതുവിനോട് പറയുന്നുണ്ട്, മായയുടെ മരണത്തിന്റെ മിസ്റ്ററിയെ പറ്റി ആർക്കും എന്തൊക്കെയോ അറിയാം. അവളെ കൊല്ലാൻ ഞാൻ ഉപയോഗിച്ച ആ മരുന്ന് ഇവിടെ എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. മായ ശരിക്കും മരിച്ചോ ഇല്ലയോ എന്ന് പോലും അവർക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവളെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് മുഖം കഴുകിക്കൊണ്ട് നിൽക്കാൻ നേരത്ത് ബാത്റൂമിന്റെ ജനലിലൂടെ മായയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന സ്പീക്കർ അവൻ എടുക്കുന്നു. ആ സ്പീക്കറിന്റെ കൂടെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. മിസ് യു ജാൻ എന്നാണ് അതിൽ എഴുതിയിരുന്നത്. മായ അവനെ ജാൻ എന്നാണ് വിളിച്ചിരുന്നത്. മായയുമായിട്ട് അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഋതുവിന്റെ കോള് വരുമ്പോ അവൻ മായയ്ക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ഋതുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം തന്നെ അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. രാത്രിയിൽ പലപ്പോഴും മായ ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ ഋതുവിനെ പുറത്തു പോയി നിന്ന് ഫോൺ വിളിക്കുമായിരുന്നു. ഇതെല്ലാം തന്നെ മായ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതെല്ലാം ഓർത്തുകൊണ്ട് ആ പേപ്പർ നോക്കി നിൽക്കുമ്പോൾ പോലീസുകാർ അവിടേക്ക് വരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ആ പേപ്പർ വലിച്ചു കയറി ഫ്ലഷ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഫ്ലഷ് വർക്കാവുന്നില്ല. അത് കാരണം വേറെ നിവർത്തിയില്ലാതെ ആ പേപ്പർ അതിൽ നിന്നും എടുത്തിട്ട് അവൻ വായിലിട്ട് വിഴുങ്ങിക്കളയുന്നു. അതേസമയം പോലീസുകാർക്ക് മോർച്ചറിയുടെ ബാക്കിൽ നിന്നും ആരുടെയോ ഫുട് പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോഡി എടുത്തുകൊണ്ടുപോയ ആളുടേതാകാമെന്ന് അവർ ഊഹിക്കുന്നു. ആ ഫുട് പ്രിന്റ്സുമായിട്ട് അജയുടെ ഷൂസ് അവർ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ രണ്ടും സെയിം നമ്പർ തന്നെയാണ്. അത് കാരണം അവരുടെ ഡൗട്ട് വീണ്ടും അജയിലേക്ക് തന്നെ നീളുകയാണ്. അവൻ അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ തൂണിലായിട്ട് അവന്റെയും മായയുടെയും പേരെഴുതി വെച്ചിരിക്കുന്നു. പണ്ടവർ ബീച്ചിൽ പോകുന്ന സമയത്ത് മായ ബീച്ചിൽ ഇതുപോലെ എഴുതി വെക്കുന്നത് പതിവായിരുന്നു. അന്ന് ബീച്ചിൽ വെച്ച് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അവൾ സർപ്രൈസ് ആയിട്ട് അവന് കൊടുത്തിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. മായയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് എല്ലാം തന്നെ രഹസ്യമായിട്ട് അവൻ ഋതുവിനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയാകട്ടെ മുകളിൽ നിന്നും വെള്ളം വീഴാൻ തുടങ്ങി. ആരോ ഫയർ അലാം പ്രസ് ചെയ്തിരുന്നു. അത് കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചിട്ട് അജയ് ഒരു റൂമിലേക്ക് കയറി ഋതുവിനെ വിളിക്കുന്നു. അജയുടെ കോളൊന്നും കാണാത്ത കാരണം ഋതു പേടിച്ചിട്ട് അവിടേക്ക് വരികയായിരുന്നു. എന്നാൽ നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാനും അവൻ നിർബന്ധം പിടിക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിച്ചു പോകുന്നു. മായ മരിച്ചിട്ടില്ല എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും അവൻ പറയുന്നുണ്ട്. പെട്ടെന്ന് അവൻ മായയുടെ ഒരു രൂപം കാണുന്നു. അത് കണ്ടതും അവൻ ആകെ പേടിക്കാൻ തുടങ്ങി. അവളെ ആരോ സഹായിക്കുന്നുണ്ട്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന അജയുടെ സഹോദരിയെ മായ വന്ന് കൊല്ലുന്നതായിട്ട് അവൾ സ്വപ്നം കാണുന്നു. അവൾ പെട്ടെന്ന് തന്നെ അജയ് വിളിക്കുന്നുണ്ട്. മായ തന്നെ കൊല്ലുന്നതായിട്ട് താൻ സ്വപ്നം കണ്ടു. പക്ഷെ അത് സ്വപ്നമായിട്ടല്ല എനിക്ക് തോന്നിയത്, യഥാർത്ഥത്തിൽ നടക്കുന്നതായിട്ടാണ്. അജയ് ഒരു വിധത്തിൽ അവളെ സമാധാനിപ്പിക്കുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങളും കൂടി കേട്ടപ്പോൾ മായ ജീവനോടെ ഉണ്ടെന്ന് അജയ് ഉറപ്പിക്കാൻ തുടങ്ങി. അജയ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും ജയരാജ് പെട്ടെന്ന് വന്ന് അവന്റെ ഫോൺ അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ ഋതുവിന്റെ കാൾ ലോക്സ് എല്ലാം തന്നെ അവൻ നേരത്തെ ഡിലീറ്റ് ആക്കിയത് കാരണം അവർക്കത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും TH16 മെഡിസിന്റെ ലാബ് റിപ്പോർട്ട് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരുതരം മരുന്നായിരുന്നു അത് വളരെ കുറഞ്ഞ ഡോസിലാണ് കൊടുക്കുന്നത്. അത് ഹൈ ഡോസിൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടും. ആ ഒരു കാര്യം കേട്ടതോടുകൂടി ജയരാജ് ഉറപ്പിക്കുന്നു, ഈ ഒരു മരുന്ന് കൊടുത്താണ് മായയെ കൊന്നിരിക്കുന്നത്. ഓഫീസിലിരുന്ന അജയ്ക്ക് പലയിടത്തു നിന്നും മായയുടെ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എവിടെയോ ഒരു ഫോൺ റിംഗ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. ആ ശബ്ദം നോക്കി പോകുമ്പോൾ അത് മോർച്ചറിയിൽ നിന്നായിരുന്നു. ടോണി ഡിക്കോസ്റ്റ എന്ന് പറയുന്ന ഒരാളുടെ ഡെഡ് ബോഡിക്കുള്ളിൽ നിന്ന് അവൻ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ആ ഫോണിലേക്ക് മായയുടെ നമ്പറിൽ നിന്നായിരുന്നു കോള് വന്നുകൊണ്ടിരുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴാകട്ടെ അതൊരു ബാറിലെ വെയിട്രസ് ആയിരുന്നു വിളിക്കുന്നത്. മായ ഇവിടെ ഫോൺ മറന്നു വെച്ചിട്ട് പോയെന്നും ഈ ഫോൺ എടുക്കാൻ
വേണ്ടിയിട്ട് ടോണി എന്ന് പറയുന്ന ഒരാൾ വരുമെന്നും പറഞ്ഞിരുന്നു. അയാളെ ഇതുവരെയും കാണാത്ത കാരണമാണ് അവൾ ആ നമ്പറിലേക്ക് വിളിച്ചത്. അവൻ വീണ്ടും മായയുടെ കൂടെ ആ ക്ലബിലേക്ക് പോയിരുന്ന കാര്യത്തെ പറ്റി ആലോചിക്കുന്നു. അന്ന് മായ ആരുടെ കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ന്യൂ ലോയർ ആണെന്നാണ് പറയുന്നത്. നമ്മുടെ മാരേജ് കോൺട്രാക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും അവൾ പറഞ്ഞിരുന്നു. അത് കേട്ട് അന്നവൻ ഞെട്ടിയെങ്കിലും അവൾ പറയുന്നുണ്ട് ഞാനിത് വെറുതെ പറഞ്ഞതാണെന്ന്. യഥാർത്ഥത്തിൽ അയാൾ എന്റെ സൈക്കോളജിസ്റ്റ് ആണെന്നും പറയുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ആ ഫോണിൽ നിന്നും ഋതുവിനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ആ നൈറ്റ് ക്ലബിലേക്ക് നീ പോകണമെന്നും അവിടെ ടോണി എന്ന് പറയുന്ന ഒരാള് മായയുടെ ഫോൺ വാങ്ങാൻ വരുമെന്നും അയാളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും അജയെ വിളിച്ചുകൊണ്ട് വന്ന് ജയരാജ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ മരുന്ന് കൊടുത്താണ് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കൊന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിന്നെപ്പോലെ ഒരുത്തന് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആകാനുള്ള യോഗ്യത പോലും ഇല്ല. പിന്നെ എങ്ങനെ നീ അവളെ വിവാഹം ചെയ്തു എന്ന് അവനോട് അയാൾ ചോദിക്കുന്നുണ്ട്. നിന്റെ വൈഫ് നിന്റെ പിറകെ ഒരു ഡിറ്റക്റ്റീവിനെ വിട്ടിട്ടുണ്ടായിരുന്നു. നീ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് അയാൾ വഴി നിന്റെ വൈഫ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ടോണി ഡിക്കോസ്റ്റ എന്നാണ്. ആ പേര് കേട്ടതും അവൻ ഞെട്ടുന്നു. മോർച്ചറിയിൽ ആ പേരിൽ ഒരു ഡെഡ് ബോഡി താൻ കണ്ടിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ജയരാജ് ഒന്ന് ഞെട്ടി. അവനെയും കൂട്ടി അവർ ആ മോർച്ചറിയിൽ പോയി നോക്കുമ്പോൾ ആ മൃതദേഹം അവിടെ ഇല്ലായിരുന്നു. അവിടെ മറ്റു പല പേരുകളിലുമാണ് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. കുറച്ചുനേരം മോർച്ചറിയിൽ നിന്നോടുകൂടി അവന് വോമിറ്റ് ചെയ്യാൻ തോന്നി. അവൻ ബാത്റൂമിലേക്ക് വരുമ്പോ അവനെ ഋതു വിളിക്കുന്നുണ്ട്. അവളോട് അവൻ ടോണിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. ഈ ടോണി മായയുടെ ഡിറ്റക്റ്റീവ് ആണെന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ അയാളെ തേടി പോകുന്നതിന് മുൻപ് തന്നെ എന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ആരും ഒരു പെൻഡ്രൈവ് കൊണ്ടിട്ടിരുന്നു. അതിൽ നോക്കിയതോടുകൂടിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരുപാട് പിക്ചേഴ്സ് ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു. മായ നമ്മളെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഓൾറെഡി തന്നെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. മായയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഋതുവും അജയും ചേർന്ന് നടത്തിയ ഫോൺ കോൾസ് എല്ലാം തന്നെ ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു. അതോടെ കെട്ടതോടെ അജയ് ഞെട്ടുന്നു. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് മായ കളിക്കുന്ന കളിയാണിത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൻ അവളോട് പറയുകയാണ്. അവൾ ലിഫ്റ്റിലേക്ക് കയറിയതും ലിഫ്റ്റിലെ ലൈറ്റ് എല്ലാം തന്നെ കത്തി അണയാൻ തുടങ്ങി. എന്താ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്ങനെയൊക്കെ അവൾ താഴെ എത്തി ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതും അവളെ ഒരു വണ്ടി വന്നിടിക്കുന്നതാണ് കാണിക്കുന്നത്. അവളുടെ നിലവിളിയും അവൻ കേൾക്കുന്നു. അവൾക്ക് എന്തോ സംഭവിച്ചെന്ന് അജയ്ക്ക് മനസ്സിലായി. പിന്നെ ഒരു നിമിഷം പോലും അവൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല. തനിക്ക് അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അവസാനം വേറെ വഴിയില്ലാതെ അവൻ ഋതുവിനെ പറ്റി പോലീസുകാരോട് പറയുന്നുണ്ട്. അവൻ പറഞ്ഞ പ്രകാരം അവളുടെ അഡ്രസ്സിലേക്ക് കുറച്ച് പോലീസുകാരെ അവർ അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഋതുവിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറയാൻ ജയരാജ് പറയുന്നു. ഋതുവിനെ അജയ് പരിചയപ്പെടുന്നത് യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു. അവന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ഋതു. പിന്നീട് ആ പരിചയം പ്രണയമായി മാറുകയായിരുന്നു. അവർ കൂടുതൽ എടുത്തു, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മായയെ ഒഴിവാക്കിയേ പറ്റൂ. മായക്ക് ഡിവോഴ്സ് കൊടുക്കാൻ അവൾ പറഞ്ഞെങ്കിലും അതിനുള്ള ധൈര്യം അവനില്ലായിരുന്നു. അതുകൊണ്ട് അവളെ കൊന്നിട്ട് അവളുടെ സ്വത്തെല്ലാം സ്വന്തമാക്കാനായിരുന്നു അവന്റെ പ്ലാൻ. എന്നാൽ അവൻ പറയുന്നുണ്ട് മായയെ കൊല്ലാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടെങ്കിലും അവൾ മരിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പ്ലാനിംഗ് എല്ലാം അറിയാവുന്ന അവൾ ഞാൻ കൊടുത്ത വൈൻ കുടിച്ചിട്ടുണ്ടാവില്ല. അവൾ മരിച്ച പോലെ ആക്ട് ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നും പുറത്തു കടന്നു. ഇപ്പോൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ജയരാജ് വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്കും ജയരാജിന് തന്റെ കൊളീഗിന്റെ ഫോൺ വരുന്നുണ്ട്. അജയുടെ വീട്ടിൽ നിന്നും കുറെ തെളിവുകൾ അവർക്ക് കിട്ടിയിരിക്കുന്നു. നേരത്തെ അവർ മോർച്ചറിയുടെ ബാക്കിൽ നിന്നും കണ്ടെത്തിയ അതേ ഫുട് പ്രിന്റ്സിലുള്ള ഷൂസ് അവർക്ക് കിട്ടി. മാത്രമല്ല അവിടെ നിന്നും കാണാതായ ആ ഹാർഡ് ഡിസ്കും അവർക്ക് അജയുടെ വീട്ടിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് ഇതെല്ലാം അജയ് തന്നെയാണ് ചെയ്തതെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ മായയാണ് ചെയ്യുന്നതെന്നും അവളുടെ കളിയാണിതെന്നും അവൻ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. അവളെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ടോണിയായിരിക്കാം. അവളെ മോർച്ചറിയിൽ നിന്നും എടുത്തുകൊണ്ട് പോയതും ടോണിയായിരിക്കാം. ആ ബൂട്ട് മാർക്സും ടോണിയുടെ തന്നെയായിരിക്കാം. എന്നാൽ ഇതൊന്നും ജയരാജ് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ആ സമയത്ത് അയാൾക്ക് മറ്റൊരു കോള് വരുന്നു. നഗരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ജഡം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു. അജയ് ആകെ ടെൻഷനിലായിരുന്നു. അത് ഋതു ആയിരിക്കുമെന്ന് അവൻ പേടിക്കുന്നു. എന്നാൽ അവിടെ എത്തിയ ജഡം പരിശോധിച്ചപ്പോൾ അവരെല്ലാം ഞെട്ടിപ്പോകുന്നു. അത് യഥാർത്ഥത്തിൽ മായയുടെ ഡെഡ് ബോഡി തന്നെയായിരുന്നു. അപ്പോൾ മായ യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നു. ഋതുവിനെ പറ്റി അന്വേഷിച്ചു പോയവർക്ക് ഋതു എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ അഡ്രസ്സിൽ അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട് ജയരാജ് പറയുന്നുണ്ട് ഇതെല്ലാം അവൻ ഉണ്ടാക്കിയ കഥയാണെന്ന്. ഋതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പോലും ഉണ്ടാകില്ല. അതെല്ലാം അവന്റെ തോന്നലായിരിക്കും. അജയ് ആകെ കൺഫ്യൂഷനിലായി. എന്താണ് നടക്കുന്നതെന്ന് അവൻ ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പോലീസുകാരെല്ലാം അവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. ജയരാജ് ആകട്ടെ അജയുടെ കയ്യില് വിലങ്ങ് വെക്കുകയായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് അയാളെ തള്ളിയിട്ടിട്ട് അവൻ കുറെ ദൂരം ഓടുന്നു. എന്നാൽ കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ ഒരിടത്ത് തളർന്നു വീഴുകയാണ്. ജയരാജ് അവിടേക്ക് വരുന്നു. അജയ്ക്ക് തന്റെ ജീവൻ നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അജയ് ജയരാജിനോട് ചോദിക്കുന്നു. അവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇതെല്ലാം ചെയ്തത് ജയരാജ് തന്നെയായിരുന്നു. ജയരാജിന്റെ വൈഫ് ആക്സിഡന്റിലാണ് മരിച്ചത്. ആ ആക്സിഡന്റിന് കാരണം ഈ അജയും മായയുമായിരുന്നു. അന്ന് ഇവരുടെ വണ്ടി നിയന്ത്രണം വിട്ട് ഒരു കൊക്കയുടെ സൈഡിലേക്ക് പോയി നിന്നു. കാറിലിരുന്നു കൊണ്ട് ജയരാജിന്റെ മകൾ ഇസ അജയും മായയും കണ്ടിട്ടുണ്ടായിരുന്നു. മായ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് അജയ് വണ്ടി ഓടിക്കാൻ കയറിയിരിക്കുന്നു. ആ കുട്ടി നമ്മളെ കണ്ട സ്ഥിതിക്ക് ഇത് വലിയ കേസാകുമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ കാറ് ഇടിച്ച് കൊക്കയിലേക്ക് ഇടാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് ജയരാജും ഇസയും വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അയാളുടെ വൈഫിനെ അയാൾ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് അജയ് വന്ന് ആ വണ്ടിയിലേക്ക് ഇടിക്കുന്നതും അയാളുടെ വൈഫ് ഉൾപ്പെടെ ആ കാർ കൊക്കയിലേക്ക് പോകുന്നതും. ജയരാജിന്റെ മകളാണ് യഥാർത്ഥത്തിൽ ഋതു എന്ന പേരിൽ ഇവന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അവളുടെ യഥാർത്ഥ പേര് ഇസ എന്ന് തന്നെയാണ്. അന്ന് ആ ആക്സിഡന്റ്
ആക്സിഡന്റ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ജയരാജന്റെ മകൾ അജയെ കാണുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു. അവൾ അപ്പൊ തന്നെ അച്ഛനെ വിവരം അറിയിക്കുന്നു. അമ്മയെ കൊന്നത് അയാളാണെന്നും പറയുന്നു. പിന്നീട് അങ്ങോട്ട് ജയരാജും ഇസയും നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു എല്ലാം. അജയെ പ്രണയിച്ചതെല്ലാം തന്നെ അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. ആ കബോർഡില് മായയുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ആ മരുന്ന് വെച്ചതും ജയരാജ് തന്നെയായിരുന്നു. മായയുടെ ബോഡി അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയതും ജയരാജാണ്. മായയുടെ ഫോൺ അവിടെ നിന്നും എടുത്തിട്ട് ആ ഹോട്ടലിലെ വെയിട്രസിന് കൊണ്ട് കൊടുത്തതെല്ലാം തന്നെ ഈ ഇസയായിരുന്നു. അജയ് വീട്ടിൽ വന്ന സമയത്ത് അവൾ അവന്റെ ഡ്രിങ്കില് അതേ മരുന്ന് തന്നെ കലക്കി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവനിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് തന്നെ. അങ്ങനെ അജയ് മരിക്കുന്നു. തന്റെ വൈഫിനെ കൊന്നതിന് പകരമായിട്ട് ജയരാജ് അയാളോട് പ്രതികാരം വീട്ടിയിരിക്കുന്നു. അതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.